സ്നേഹമുള്ളവരെ, മണ്ണിനെയും വിണ്ണിനെയും കൂട്ടി വളക്കാൻ ഈ മണ്ണിൽ അവതരിച്ച യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് നമ്മൾ ഇന്ന് കൊണ്ടാടുക. ലോഗോതെറാപ്പി എന്ന ഏറ്റവും വിദഗ്ധമായ കൗൺസിലിംഗ് കണ്ടുപിടിച്ച വിക്ടർ ഫ്രാങ്കിൾ കിരാതമായ നാസി തടങ്കൽ പാളയങ്ങളിൽ പുറത്തു വന്ന മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: നമുക്ക് ആഹാരമില്ലാതെ എത്രയോ നാളിവിടെ ജീവിക്കാം, ആവാസ വ്യവസ്ഥയില്ലാതെ നമുക്ക് ജീവിക്കാം, എന്നാൽ പ്രത്യാശയില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെ പ്രത്യാശ നൽകുവാനായിട്ട് ലോകത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യാശ നൽകുവാനായിട്ട് വന്നവനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയേശു. മനുഷ്യകുലത്തിന് ജീവിക്കുന്നതിൻ്റെയും അതിനെ മനോഹരമാക്കുന്ന സാഹചര്യങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായി മണ്ണിലേക്ക് വന്ന ദൈവത്തിൻ്റെ മകനാണ് അവിടുന്ന്. ഭാരത മണ്ണ് എന്നും ആധ്യാത്മികയുടെ ഈറ്റില്ലമാണ്. നിഷ്ഠയോടെ ജീവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യർ വസിക്കുന്നൊരു സ്ഥലമാണ് ഭാരത മണ്ണ്. ഈ മണ്ണിൽ ദൈവാന്വേഷണം എന്നും ശക്തമായിരുന്നു. ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ ആവഹിക്കുവാൻ കൊതിക്കുന്നതായ മനുഷ്യർ. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയെ പോലുള്ളവർ യേശുക്രിസ്തുവിൽ ആകൃഷ്ടരായത്. ഈ മണ്ണിനെ സ്വർഗതുല്യം ഉയർത്തുവാൻ കഠിനാധ്വാനം ചെയ്ത മദർ തെരേസയും യേശുവിനെ ഉള്ളിൽ വഹിച്ചയാളായിരുന്നു. യേശുവിൻ്റെ ജനനം ഒരിക്കൽ കൂടി നാം അനുസ്മരിക്കുമ്പോൾ ഈ മണ്ണ് പുളകിതമാകുന്നു, കാരണം അതിൻ്റെ ദൈവത്തെ കണ്ടെത്തിയാലെന്ന പോലെ. ക്രിസ്മസിൻ്റെ സന്ദേശം നീതിയുടെ സന്ദേശമാണ്. ഓരോ പിഞ്ചുകുഞ്ഞിനും പിറക്കുവാനായിട്ട് ഒരു വീടുണ്ടാക്കണം. ഒരഭയാർത്ഥിയായി മറ്റൊരു സ്ഥലത്ത് ജീവിക്കേണ്ട ഗതികേടിന് മനുഷ്യ മക്കൾക്ക് ഇടയുണ്ടാകരുത്. അധികാരപ്രമത്തതയല്ല, സ്നേഹസ്വാതന്ത്ര്യങ്ങളാണ് മനുഷ്യനാവശ്യം. ഓരോ മനുഷ്യനും മറ്റു മനുഷ്യർക്ക് വഴി നയിക്കുന്ന ഒരു നക്ഷത്രമാകണം. തൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ മഹിമ ഉയർത്തിപ്പിടിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന മഹനീയമായ സന്ദേശം ക്രിസ്മസ് നമുക്ക് നൽകുന്നു. ദൈവം നമ്മളെ പ്രകാശിപ്പിക്കുവാനായി വരുന്നു. ഇരുളടഞ്ഞ മനസ്സുകളിൽ വിശാലയുടെ തിരുവട്ടമാകുവാൻ, എല്ലാം തനിക്ക് വേണ്ടി തന്നെ മാറ്റിവെച്ച് ആർക്കും ഒന്നും കൊടുക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്നിടത്ത് ഔദാര്യത്തിൻ്റെ നിലവിളക്കായി, കത്തുന്ന നിലവിളക്കായി അവിടുന്ന് ഉദയം ചെയ്യുന്നു. അദ്ദേഹം ശാന്തമായ വെല്ലുവിളിയുടെ രാജാവാണ്. അധികാര ഗർവമില്ലാത്ത ധാർമ്മികതയുടെ ശബ്ദമാണിത്. ആർക്കും തച്ചുടയ്ക്കുവാൻ സാധിക്കാത്ത നേരായ മാർഗത്തിൻ്റെ ഉരുക്കുകോട്ടയാണ്. നിസ്സഹായരായ മനുഷ്യർക്കുള്ള അത്താണിയാണ് അവിടുന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മം പുണ്യജന്മവുമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. May I take this occasion to wish you a wonderful Christmas season. I know there are children and there are people, those who may or may not understand Malayalam. From the depth of my heart, I am Bishop Sebastian Idayenthirath from the Diocese of Mandya. Wishes you a wonderful Christmas season and a joyful time, knowing that in the midst of all our sufferings, in all the sicknesses that we have, and the mental agonies that we go through, God is telling us that I am with you. I will not abandon you. I am God, Emmanuel, with you. God is with us. May this message permeate within your heart, bring you the joy, happiness of Christmas season. May God bless you and may you have a wonderful new year.